ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു കുഞ്ഞിനെ വിളിക്കാൻ വരുമ്പോൾ പ്രിൻസിപ്പാൾ പറയാണ്, പേരൻസ് എത്രമാത്രം ഈ കുട്ടിക്ക് വേണ്ടി ശ്രദ്ധ നൽകുന്നുണ്ട്, ഇന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് പറയട്ടെ. അത് കേൾക്കുന്ന മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ്. അല്ല, ഈ കുട്ടിയുടെ അച്ഛനെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അമ്മേ നമുക്ക് പെട്ടെന്ന് പോവാം എന്ന് പറയാനായിട്ട് കേട്ടോ. അപ്പോൾ ആ സമയം തന്നെ മഞ്ജുവിനൊരു ഫോൺ കോൾ വരികയാണ്. പെട്ടെന്ന് മാഡം ഈ ഭാഗത്തോട്ട് എത്തണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ മഞ്ജുവിന് ആ ഫോൺ കോൾ വരുന്നത് കൊണ്ട് തന്നെ മഞ്ജുവിന് കുഞ്ഞുമായി പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണ്. അപ്പോഴേക്കും ബിജുക്കുട്ടനെ വിളിച്ച്, ബിജുക്കുട്ടേട്ടാ കുഞ്ഞിനെ വീട്ടിലോട്ടാക്കി കൊടുക്കുക, എനിക്ക് പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറയുന്നത്. അത് കേൾക്കുന്നത് ബിജുക്കുട്ടെ ഓക്കെ ശരിയെന്ന് പറയണേ. ഈ സമയം പ്രതീക്ഷയാണെങ്കിലോ ബിജുക്കുട്ടനോട് പറയണേ, ഞാനൊന്ന് പേടിച്ചു പോയി, ഇനിയിപ്പോൾ ജി കെയെക്കുറിച്ചുള്ള രഹസ്യം അമ്മ അറിയുമോ എന്ന് ആലോചിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം താൻ എന്തുത്തരം നൽകണമെന്നറിയാതെ അവിടെ ഇങ്ങനെ പകച്ചു പോവുകയാണ്. കാരണം മോളെ, നിൻ്റെ അച്ഛൻ തന്നെയാണ് അത് നീ മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഗിരിയെ പോലെ ഒരു പാവം മനുഷ്യൻ എവിടെയും ഉണ്ടാവില്ല. നീയും നിൻ്റെ അച്ഛനും ഒന്നിക്കുന്നത് കാണാനാണ് ഞാൻ ഈ സാഹസമെല്ലാം ചെയ്യുന്നത് എന്നിങ്ങനെ ബിജുക്കുട്ടൻ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഗിരി പ്രതീക്ഷയും കാത്തിരിക്കുകയാണ്. കാരണം ഇന്ന് മോള് പറഞ്ഞ ആ വാക്ക്, ഒരു ഉമ്മ, ഇതുപോലത്തെ ഒരു അച്ഛനെയാണ് എനിക്ക് കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ പറഞ്ഞ ആ വാക്ക്, അത് തൻ്റെ ഉള്ളിൽ തട്ടിയിരിക്കുന്നു കേട്ടോ. സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്ന ആ സമയത്ത് പ്രതീക്ഷ ഇറങ്ങി വരുന്നു. അത് കണ്ടുടനെ ഗിരി ചോദിക്കുക, അല്ല മോളെ, ഇന്നെന്താ എത്ര വൈകിയത്? അതെ, അമ്മ സ്കൂളിലോട്ട് എന്നെ വിളിക്കാൻ വന്നിരുന്നു. അത് കേൾക്കുന്ന ഗിരിക്ക് പേടിയാവാണ്. അപ്പോൾ ഞാൻ വന്ന വിവരമായിട്ട് നിൻ്റെ അമ്മ അറിഞ്ഞിട്ടാണോ അങ്ങോട്ടേക്ക് വന്നത്? അല്ല, അത് അമ്മ ഇന്ന് എന്നെ വിളിക്കാമെന്ന് വന്നിരുന്നു. അപ്പോഴേക്കും അമ്മയോട് പ്രിൻസിപ്പാൾ പറയാൻ ഒരുങ്ങി. പക്ഷേ ഈശ്വരാധീനം എന്നല്ലാതെ എന്ത് പറയാൻ. അമ്മ അപ്പോഴേക്കും ഒരു ഫോൺ കോളിലായതുകൊണ്ട് തന്നെ ആ കാര്യം പ്രിൻസിപ്പാൾക്ക് പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു കേട്ടോ. അതോടുകൂടി ഇക്കാര്യം അങ്ങ് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തന്നെ ഇവിടെ ഗിരിക്ക് തോന്നുകയാണ്. അങ്ങനെ ഗിരി പറയണേ, അല്ല മോളെ, ഇന്ന് ആ പയ്യനെ കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായോ? അയ്യോ, ഇനി ആ പയ്യൻ എന്നെ ദ്രോഹിക്കാൻ പോയിട്ട് എൻ്റെ അടുത്തോട്ട് പോലും വരില്ല. എന്തായാലും അച്ഛനായി ഈ പെർഫോമൻസ് ചെയ്ത ജി കെ പറയാൻ വാക്കുകളില്ല. അത്രയും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അച്ഛനായി തന്നെ അഭിനയിച്ച് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ബിജുക്കുട്ടൻ ഇങ്ങനെ ഗിരിയെ നോക്കണേട്ടോ. ആ സമയം ഗിരിക്ക് സന്തോഷമാവാണ്. പിന്നീടാണെങ്കിലും ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് ഒത്തിരി പണിയുണ്ട്. അതെന്താ മോളെ ഇത്ര വല്ലാത്ത പണി? ഈ ജി കെയുടെ സഹായം വല്ലതും ആവശ്യമുണ്ടോ? അയ്യേ, ഇതിപ്പോൾ ജി കെ ഒന്നും എന്നെ സഹായിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ അമ്മയാണ് സഹായിക്കേണ്ടത്, എൻ്റെ അച്ഛനും അമ്മയും. എന്താണിപ്പോൾ അത് ചെയ്യേണ്ടത് മോളെ? അതെ, എനിക്ക് വീട്ടിൽ ചെന്ന ഒരുപാട് ഹോംവർക്കും അതുപോലെ തന്നെ ചിത്രം വരയ്ക്കാനും ഒക്കെയുണ്ട്. അതാണോ ഇത്ര വിഷയം? അതെൻ്റെ മോൾക്ക് അങ്ങ് ചെയ്തുകൂടെ? അത് കേൾക്കുന്നതിനോട് കൂടി അയ്യോ, എനിക്ക് എൻ്റെ കൈ കൊഴിയും, ഒരുപാട് അങ്ങ് ചെയ്താൽ. പാരൻസ് ഒക്കെയാണ് ഇതിന് സഹായിക്കേണ്ടത്. എന്താ മോൾക്ക് ചെയ്യാനുള്ളത്? ഒന്ന് കാണിച്ചേ. അതിന് ജി കെക്ക് ചിത്രം വരയ്ക്കാനൊക്കെ അറിയോ? ഓ, എനിക്ക് ചിത്രം വരയ്ക്കാനൊക്കെ അറിയാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് കേട്ട ഉടനെ, എന്നാൽ എനിക്ക് ചിത്രം വരച്ചോ, അതിനെന്താ മോള് അതങ്ങ് എടുക്ക്, ഞാൻ ചിത്രം വരച്ച് തരാമെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം ഈ വാക്കുകൾ കേട്ട്, കുഞ്ഞിൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു പുസ്തകം വാങ്ങി ജി കെ ചിത്രം വരയ്ക്കാൻ കേട്ടോ. താൻ അച്ഛൻ്റെ റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സന്തോഷം പറയാനില്ല. അത്രയും വലിയ സന്തോഷമാണ്. തൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് വരുന്ന ആ സന്തോഷം കാണുമ്പോൾ തനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷത്തോടു കൂടി ഗിരി ഓരോന്നോരോന്നായി തൻ്റെ കുഞ്ഞിന് ചെയ്തു കൊടുക്കുമ്പോൾ താൻ എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് അറിയാതെ അത്രയും സന്തോഷത്തോടു കൂടി, മോളെ ഇതെങ്ങനെയുണ്ട്? ഓ, ഇതിങ്ങനെയുണ്ട്, ഇങ്ങനെ വരച്ചാൽ മതിയോ, അങ്ങനെ വരച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കും. ഓ, അങ്ങനെയൊക്കെ മതിയെന്ന് പറയാം കേട്ടോ. ഇതേ സമയം ബിജുക്കുട്ടനോട് പറയുകയാണ്, എനിക്കെൻ്റെ മോളുമായി ഒന്ന് ബൈക്കിൽ പോകണം. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രതീക്ഷ പറയാണ്, എനിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, ഞാനും വന്നോട്ടെ, എനിക്കും വരണം എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ, ഈ വാക്ക് കേട്ട ഉടനെ തന്നെ ബിജുക്കുട്ടൻ പറയാണ്, മോളെ നിൻ്റെ അമ്മ അറിഞ്ഞാൽ, അമ്മ അറിയോ ജി കെ? അമ്മ അറിയാതെ എന്നെ കൊണ്ടുപോകാൻ കഴിയുമോ? ഓ, തീർച്ചയായും എനിക്ക് കഴിയും. അതുകൊണ്ട് എൻ്റെ മോള് ഇപ്പോൾ തൽക്കാലം ഈ വണ്ടിയിൽ അങ്ങ് കയറിക്കോ എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇവർ ബൈക്കിൽ യാത്രയാവാൻ കേട്ടോ. അപ്പോൾ കുഞ്ഞിന് നല്ല അടിപൊളി പെപ്സിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുഞ്ഞ് അതൊക്കെ കഴിച്ച് ഇവർ സന്തോഷത്തോടു കൂടി പോകുമ്പോഴാണ് കേട്ടോ ഇവരുടെ മുന്നിലോട്ട് പ്രീതി വരുന്നത് കേട്ടോ. പ്രീതിക്ക് ഇതങ്ങ് കാണുമ്പോൾ സഹിക്കുന്നില്ല. പക്ഷേ ഗിരിയാണെങ്കിലോ
ഇതൊന്നും കാണുന്നില്ല. ഗിരിയാണെങ്കിലോ ഈ പ്രീതി ഈ സൈഡിലൂടെ നടന്നു പോകുന്നതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. തൻ്റെ കുഞ്ഞുമായി ഒത്തിട്ടുള്ള തൻ്റെ ആ നിമിഷമുണ്ടല്ലോ, അത് പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷത്തോടു കൂടി താൻ സന്തോഷവാനായി ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് കേട്ടോ തൻ്റെ മുന്നിലൂടെ ഇവൾ കടന്നു പോകുന്നതൊന്നും കണ്ടിട്ടില്ല. ആ സമയം അങ്ങ് ദോഷം പിടിക്കുകയാണ് ഈ പറയുന്ന പ്രീതി കേട്ടോ. ആഹാ, ഇയാൾ ഈ കുഞ്ഞുമായി ഇനിയിപ്പോൾ കറക്കം തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഇയാളുടെ കുഞ്ഞാണ് ആ പെണ്ണ് അറിഞ്ഞോ? ഇനിയിപ്പോൾ അച്ഛനെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പേടിക്കേണ്ടിയിരിക്കുന്നു. ഇവൾക്കുള്ളൊരു മുട്ടൻ പണി ഞാൻ കൊടുത്തില്ലെങ്കിൽ ഇവൾ എനിക്കിട്ട് പണിയും. അതൊരിക്കലും നടക്കാൻ പാടില്ല. അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന ആ തീരുമാനവുമായി നേരെ പ്രീതി ഭാനുവതി അമ്മയുടെ അടുത്തോട്ട് പോകണേട്ടോ. അങ്ങനെ ഭാനുവതി അമ്മ അവിടെ വരുമ്പോൾ പേടിയോട് കൂടിയിട്ടാണ് പ്രീതിയെ നോക്കുന്നത്. കാരണം എന്ത് സമയത്താണ് പൊട്ടിത്തെറി വരിക എന്ന് പറയാൻ പറ്റില്ല. അത്രയും ദുഷിച്ച മനസ്സുമായി അവൾ വരുന്നതെന്നും ഭാനുവതി അമ്മക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഭയങ്കര ഗൗരവം. അത് കാണുന്ന ഭാനുവതി അമ്മ ഇങ്ങനെ നോക്കും. നിങ്ങളെന്നെ നോക്കേണ്ട, എൻ്റെ മുഖത്ത് കാണുന്ന ഗൗരവം കണ്ടിട്ടില്ലേ നിങ്ങൾ എന്നെ നോക്കുന്നത്? അതെ, നിങ്ങളുടെ മകനുണ്ടല്ലോ, ആ പ്രതീക്ഷ പറയുന്ന ആ പെണ്ണുമായി നിന്ന് കറങ്ങുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന ഭാനുവതിയമ്മയുടെ മുഖത്തൊരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവൂല്ലേ, എൻ്റെ മകൻ എന്തായാലും അവൻ്റെ മകളല്ലാതെ പിന്നെ ആരുടെ കൂടെയാണ് പോവുക എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ. എന്നാൽ അത്ര വലിയ ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട. അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. ആ പെൺകുട്ടി ഗിരിയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഗിരി പിന്നീട് മഞ്ജുവിലോട്ട് എത്തും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പ്രതീക്ഷയുടെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി അക്കാര്യത്തിലൊരു തീരുമാനമായതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അവളെ ഇല്ലാതാക്കാൻ പോവുകയാണ്. ഇനി ആ പെണ്ണിനെ ഒന്നെങ്കിൽ നാട് കടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. എൻ്റെ വഴിതടസ്സമായി ആര് വന്നോ അവരെ ഞാൻ അങ്ങ് തീർക്കുമെന്ന് പറയാൻ കേട്ടോ. ഇതേസമയം ഭാരതമ്മയുടെ കൈകൾ ചെറുതായി വീണ്ടും വീണ്ടും ഉയരെയാണ്. ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. തനിക്ക് കിട്ടിയിരിക്കുന്ന ശക്തി തിരികെ കിട്ടിയിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകളും തൻ്റെ ഈ നിൽക്കുന്ന രാക്ഷസിയായ അവളും കൂടി തന്നെ തീർക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ തൻ്റെ ചലനങ്ങൾ ആരോടും പറയാതെ അവിടെ തളർത്തിക്കളയാണ് കേട്ടോ. ഇതേ സമയം ഇപ്പുറത്ത് കുഞ്ഞ് നേരം വൈകിയിട്ടാണ് എത്തുന്നത്. അപ്പോൾ വഴിയിൽ വെച്ച് മുകുന്ദൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ മുകുന്ദനോട് ചോദിക്കുകയാണ്, മുകുന്ദൻ അങ്ങനെ എന്തായാലും ഗിരി ഇതൊക്കെ അപകടമാണ്. മഞ്ജു അറിഞ്ഞു കഴിഞ്ഞാലുണ്ടായ പ്രശ്നമുണ്ടല്ലോ. നിൻ്റെ കൂടെ ഈ മോള് പോരുന്നതിലല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം GK ആയി അഭിനയിക്കുന്നത് നീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും നിന്നെ വഴക്ക് പറയും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എടാ, എൻ്റെ മകളിപ്പോൾ ഇന്നാണ് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയത്. അപ്പോൾ എൻ്റെ മകൾക്ക് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവർ തമ്മിൽ പിരിയാണ്. പിന്നീട് വീട്ടിൽ ചെല്ലുകയാണ്. അങ്ങനെ തൻ്റെ ഹോംവർക്കൊക്കെ മകളോട് പറയുകയാണ്, മോളെ കുളിച്ച് ഫ്രഷായി വായോ, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇന്നെൻ്റെ ഹോംവർക്കൊക്കെ ഞാൻ നേരത്തെ ചെയ്തിരിക്കുന്നു. അത് കേൾക്കുന്ന മഞ്ജു അതെങ്ങനെ എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിൽ നന്നായി ചിത്രം വരച്ചിരിക്കുന്നു. ഈ ചിത്രം കാണുമ്പോൾ ഉടൻ തന്നെ മഞ്ജു ചോദിക്കുക, ഇത് ആര് വരച്ചതാ? ഇത് GK. അത് കേൾക്കുന്ന മുകുന്ദനാകെ പേടിച്ചു കേട്ടോ. ഈശ്വര എന്നുള്ള ഭയത്തിൽ ഈ GK എന്തിനാ ഈ മോളുമായി 24 മണിക്കൂറും ഇങ്ങനെ കറങ്ങുന്നത്? അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. GK ഒരു പാവമാണ്, അവന് കുട്ടികളൊക്കെ ഇഷ്ടമാണ് എന്ന് മുകുന്ദൻ പറയുമ്പോൾ, അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. ഇനി എൻ്റെ മകൾക്ക് ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ഒരു സെക്യൂരിറ്റിയെ ഏൽപ്പിക്കാൻ പോവുക. അത് കേൾക്കുന്നതിനോടുകൂടി മുകുന്ദൻ, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി അങ്ങനെ വേണമെങ്കിൽ GK ഏൽപ്പിച്ചാൽ മതിയല്ലോ. GK അങ്ങ് ഏൽപ്പിക്കാം. അവന് വിലയും കൂലി. ഈ GK എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കാണാതെ എങ്ങനെ ഏൽപ്പിക്കും? അത് കേൾക്കുന്ന മുകുന്ദൻ, അതിനെന്താ, കാണാൻ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാക്കാം. പക്ഷെ അവന് മഞ്ജുവിന് തിരക്കായതുകൊണ്ട് തന്നെ അവന് ഒഴിവുള്ള സമയത്ത് ഈ പറയുന്ന മഞ്ജുവിനെ കാണാൻ പറ്റുമോ? അവനൊരു ഗുണ്ടയല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അയ്യോ അവനൊരു ഗുണ്ട എന്നല്ല, ഒരു പാവം പണിക്കാരനാണ്. അപ്പോൾ ആരാണ് ഈ GK? ഇവൾ ഇത്രത്തോളം വാനോളം പുകഴ്ത്തുന്ന എനിക്ക് അവനെ കാണേണ്ടിയിരിക്കുന്നു എന്ന് മഞ്ജു പറയുമ്പോൾ മുകുന്ദനെ ആകെ പേടിക്കുകയാണ് കേട്ടോ.